യഥാർത്ഥത്തിൽ ആരാണ് ഷക്കീറ? കോടികൾ വിലമതിക്കുന്ന അവളുടെ റെക്കോർഡുകൾക്കും കയ്യടികൾക്കും പിറകിൽ കണ്ണീരിന്റെയും കടുത്ത അവഗണനകളുടെയും ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട്. 100 Days 100 Story പാർട്ട് 37. ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. തന്റെ 2ാമത്തെ വയസ്സിൽ ഒരു കാർ അപകടത്തിൽ തന്റെ മൂത്ത സഹോദരനെ അവൾക്ക് നഷ്ടമാവുന്നു. തകർന്നുപോയ അച്ഛൻ തന്റെ കണ്ണീര് ലോകത്തിന് മുന്നിൽ മറയ്ക്കാൻ എപ്പോഴും കറുത്ത കണ്ണടകൾ ധരിക്കുമായിരുന്നു. 8ാം വയസ്സിൽ ഷക്കീറ എഴുതിയ തന്റെ ആദ്യ ഗാനം യുവർ ഡാർക്ക് ഗ്ലാസസ് ആ അച്ഛന്റെ സങ്കടത്തെക്കുറിച്ചായിരുന്നു. അതേ വർഷം ബിസിനസ് തകർന്ന് പ്രതിസന്ധിയിലായ അവളെ അച്ഛൻ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഉണ്ടായിരുന്ന അനാഥ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അച്ഛൻ പറഞ്ഞു കൊടുത്തു, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന മനുഷ്യർ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ നമുക്ക് ചുറ്റിലും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് പ്രയാസങ്ങളെ മറക്കുക, അവരെ സഹായിക്കാൻ ശ്രമിക്കുക. അന്നാ 8 വയസ്സുകാരി മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നു, ഞാൻ ഒരു നാൾ പ്രശസ്തയാവും, ഇവരെ സഹായിക്കാൻ തിരിച്ചു വരും. പക്ഷെ ലോകം അവളെ അത്ര എളുപ്പത്തിൽ അംഗീകരിച്ചില്ല. നിന്റെ ശബ്ദം ഒരു ആടിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അധ്യാപകൻ സ്കൂൾ കൊയറിൽ നിന്ന് പുറത്താക്കിയ ആ പെൺകുട്ടി പിന്നീട് എങ്ങനെയാണ് ലോകം കീഴടക്കിയത്? ലെബനീസ് അച്ഛന്റെ അറബിക് താളങ്ങളും കൊളംബിയൻ അമ്മയുടെ ലാറ്റിൻ കരുത്തും നിർവാണ ബാൻഡിന്റെ റോക്ക് എനർജിയും ചേർത്ത് അവൾ സ്വന്തമായി ഒരു മ്യൂസിക് ശൈലി രൂപപ്പെടുത്തി. 13ാം വയസ്സിൽ സോണി മ്യൂസിക്കുമായി കരാർ ഒപ്പിട്ടെങ്കിലും ആദ്യ 2 ആൽബങ്ങളും കടുത്ത പരാജയമായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് മാറാൻ നോക്കിയപ്പോഴേക്കും ഇംഗ്ലീഷ് ഭാഷ വലിയൊരു പ്രശ്നമായി വന്നു. പകലും രാത്രിയും കഠിനമായി പരിശ്രമിച്ച് ഗ്രാമർ പഠിച്ച് അവൾ ഇംഗ്ലീഷ് ഭാഷയെ തന്നെ കീഴടക്കുന്നു. അങ്ങനെയാണ് 95 മില്യൺ റെക്കോർഡുകൾ വിറ്റഴിച്ച ലോണ്ടറി സർവീസ് എന്ന ആൽബവും വെന്നെവർ വേറെവർ എന്ന വിപ്ലവവും ജനിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ബാഡ് ബണ്ണി, കരോൾ ജി എന്ന ലാറ്റിൻ താരങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വഴി തുറന്നത് ഷക്കീറ എന്ന ഈ ഒറ്റ ബ്രാൻഡാണ്. പിന്നീട് ലോകകപ്പ് വന്നു, വക്ക വന്നു. ഷക്കീറ എന്ന ബ്രാൻഡ് ഒരു ഗായിക എന്നതിലുപരി ആഗോള പ്രതിഭാസമായി മാറി. എന്നാൽ ഈ വിജയങ്ങൾക്കൊപ്പം തന്നെ പരീക്ഷണം എന്ന പോലെ അവരുടെ 11 വർഷത്തെ പ്രണയബന്ധം തകരുകയും അച്ഛൻ മരണക്കിടക്കയിലാവുകയും അങ്ങനെ തുടങ്ങിയ അപമാനഭാരം, കുടുംബ പ്രതിസന്ധി ഇവയെല്ലാം അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഷക്കീറ എന്ന അയൺ ലേഡി വിധിക്ക് നേരെ നോക്കി ഉറക്കെ പാടി വുമൺ ഡോണ്ട് ക്രൈ. ആ വരികൾ ലോക സ്ത്രീ ശക്തിയുടെ ആഗോള പ്രതീകമായി മാറി. അത് വെറും ഒരു ബ്രേക്കപ്പ് സോങ് മാത്രമായിരുന്നില്ല, അവളുടെ പുനർജന്മം കൂടിയായിരുന്നു. അന്ന് ആട് എന്ന് വിളിച്ച് കളിയാക്കിയവരുടെ മുന്നിൽ ഇന്ന് അവൾ ലോക മ്യൂസിക് ഇൻഡസ്ട്രിയുടെ തന്നെ ദ റിയൽ ഗോട്ടായി മാറി. അപ്പോഴും 8ാം വയസ്സിൽ അവൾ എടുത്ത പ്രതിജ്ഞ മറന്നില്ല. അവൾ സ്ഥാപിച്ച പീസ് ഡെസ്കാൽസോസ് ഫൗണ്ടേഷനിൽ നിന്ന് 10,000 കുട്ടികൾക്ക് തണലേകുന്നുണ്ട്. 2026 ലോകകപ്പിൽ അവൾ പാടുമ്പോൾ അതിന്റെ 100% റോയാലിറ്റി പോണതും പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിലേക്കാണ്. 49ാം വയസ്സിലും അവൾ ലോകത്തെ നോക്കി, നമ്മളെ ഓരോരുത്തരെയും നോക്കി ഉറക്കെ വിളിച്ചു പറയുന്നത് ഇറ്റ്സ് ഫീൽസ് ലൈക്ക് ഐ ആം ജസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നാണ്. ജീവിതത്തിൽ ഏൽക്കുന്ന ഓരോ തകർച്ചയും വലിയൊരു വിജയത്തിലേക്കുള്ള തുടക്കമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഷക്കീറയുടെ ഈ കഥ നിങ്ങളുടെ എല്ലാ പെൺസുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നന്ദി.